ഡൽഹി ജന്തർ മന്ദറിലെ സമരപന്തൽ ഇന്ന് വൈകിട്ടാണ് പോലീസ് തച്ചുടച്ചത്. ഇവിടെ ഒരുക്കിയിരുന്ന എല്ലാ മറകൾ ഉൾപ്പെടെയുള്ളവ വലിച്ചു കീറിക്കളഞ്ഞാണ് പോലീസ് ഇവിടെ നിന്ന് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ പാർലമെന്റ് മാർച്ചിനായി ഇറങ്ങിയപ്പോൾ വേദി കയ്യേറിയിരുന്നത്. രാത്രിയോടുകൂടി വേദി തിരികെ പിടിച്ചിരിക്കുകയാണ് അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിലുള്ള കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ. എന്തായാലും നൂറുകണക്കിന് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരും വിദ്യാർത്ഥികളും ഇന്ന് രാത്രിയും ഡൽഹി ജന്തർ മന്ദറിൽ തുടരുകയാണ്. ഇവിടെ ഒരു പന്തലുണ്ടായിരുന്നു, ഒരു ക്യാമറകൾ വെക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. പ്രവർത്തകർ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് നടന്ന പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അക്രമത്തിൽ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയിൽ 60ഓളം പേരാണ് ഡൽഹി RML ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നത്. കണ്ണീർ വാതകവും ലാത്തി ചാർജും എല്ലാം നടത്തിയിട്ടും വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. ഇന്നത്തെ പാർലമെന്റ് മാർച്ച് പാർലമെന്റിന്റെ 50 മീറ്റർ ചുറ്റളവിൽ വരെ എത്തിയിരുന്നു. 5000-ലേറെ വിദ്യാർത്ഥികളാണ് ഇന്ന് നടന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട അഴിമതിക്ക് കൂട്ടുനിന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിന് ധർമ്മമില്ല, അദ്ദേഹത്തിന് ഒരു പ്രാധാന്യവുമില്ല. പക്ഷെ പേര് ധർമ്മേന്ദ്ര പ്രധാൻ എന്നാണ്. അദ്ദേഹം രാജിവെക്കണം, അതല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നരേന്ദ്രമോദി മാറ്റണം. അത്ര ബ്രൂട്ടലായിട്ട് ആക്രമിച്ച് അവരുടെ കൈയും കാലും ഒടിച്ച് അവരുടെ തല പൊട്ടിച്ച് അടിച്ചു പൊട്ടിച്ച് ഈ രീതിയിൽ അവരെ പരാജയപ്പെടുത്താമെന്നും കീഴ്പ്പെടുത്താമെന്നുമാണ് ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. പക്ഷേ ഇന്ന് സത്യത്തിൽ പരാജയപ്പെട്ടത് നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് എന്നുള്ളതാണ്. രാത്രിയിലും ജന്തർ മന്ദറിന് കനത്ത കാവലാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പോലീസിന്റെ നടപടിയെ അഭിജിത്ത് ദീപ്ക അടക്കമുള്ളവരും വിമർശിക്കുന്നുണ്ട്. जो बच्चों को मारा है, सर फोड़ा है, 12-12 साल की लड़कियों का जो सर फोड़ा है, उसके लिए हम दिल्ली पुलिस का धन्यवाद करते हैं. തങ്ങളുടെ ആവശ്യങ്ങൾ 3 അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം, ആശുപത്രിയിൽ കഴിയുന്ന സോനം വാങ്ചുക്കിനെ റിലീസ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു നിവേദനം ഇന്ന് കേന്ദ്ര മന്ത്രിയായിട്ടുള്ള JP നഡ്ഡയ്ക്ക് CJP പ്രതിനിധികൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരും അവരെ പിന്തുടർന്നെത്തിയ നൂറുകണക്കിന് വിദ്യാർത്ഥികളും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ഡൽഹി ജന്തർ മന്ദറിൽ തുടരുമെന്നത് വ്യക്തമാവുകയാണ്. ക്യാമറമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.